കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്ര ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ ആണെങ്കിൽ ആണ്ടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാർക്ക് വേണ്ടി ഇപ്പൊ ഇറച്ചിയും മീനും ഇത്ര സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണേന്ന് ചോദിക്കാം. ലക്ഷ്മി വന്നിട്ട് ചോദിച്ചു, അതെന്താ പവിത്ര നീ അങ്ങനെ പറഞ്ഞ, ഇവിടെയുള്ളവരെല്ലാം ഇറച്ചിയും മീനും കഴിക്കില്ലേന്ന് ചോദിക്കാം. അതല്ല, ഇപ്പൊ വന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് ഇതിന്റെ ആവശ്യമില്ല, വല്ല പാലും പഴവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോരെ, അവര് സന്യാസിനിമാരില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പെട്ടെന്ന് മോഹിനി പറഞ്ഞു, സന്യാസിനിമാരാണോ, ഇനി വല്ല പൂച്ച സന്യാസിനിമാരാണെന്ന് ആര് കണ്ടെന്ന് പറയണ. അപ്പോഴാണ് അങ്ങോട്ടൊരു വരവ്, നയനയുടെ വരവ്. അതെ അതെ, ചിലപ്പോ പൂച്ച സന്യാസിമാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് നയനയെ കണ്ടതും പവിത്ര ഒരു അന്തം വിട്ട് നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. മുമ്പേ ആണെങ്കിൽ സാരിയൊക്കെ എടുത്ത്, അതായത് കാവി സാരി ഒക്കെ രുദ്രാക്ഷമാലയൊക്കെ ഇട്ടായിരുന്നു കയറിപ്പോയത്. പക്ഷേ എങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവത്തിലാണ് നയന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അതായത് പിള്ളേരുടെ ഈ ബെറ്റിക്കോട്ട് പോലുള്ള ചെറിയൊരു ഉടുപ്പൊക്കെ ഇട്ടാണ് കൂടെ വരുന്നത്. ആ കാഴ്ച കണ്ടതും അരുന്ധതി ഇങ്ങനെ നോക്കി, എന്നിട്ട് അങ്ങോട്ട് മുഖം തിരിച്ചു. പവിത്രയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അല്ല ഇതാരാ, എനിക്ക് മനസ്സിലായില്ല. ഓ, അരുണിന്റെ സ്വീറ്റ് ഹാർട്ട് ആയിരിക്കും അല്ലേ, എപ്പോഴല്ലേ മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ടതും പവിത്ര ഒന്ന് പൊങ്ങി. പവിത്ര പറഞ്ഞു, അതെ അതെ, ഞാനേ അരുണേട്ടന്റെ ഭാര്യ എന്ന് പറയണേ. അപ്പോഴാണ് നന്ദ അങ്ങോട്ട് വരുന്നത്. ഇതെനിക്ക് മനസ്സിലായി, ഗൗതം എന്റെ വൈഫല്ലേന്ന് ചോദിക്കാണ്. നന്ദ പറഞ്ഞു, അതെ നന്ദയാന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ വരവ്. പിങ്കിനെ കണ്ടതും ഞാൻ ഇങ്ങനെയൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ പുട്ടുറുമീസിന്റെ പടിയല്ലേന്ന് ചോദിക്കണേ. പുട്ടുറുമീസോ, പെട്ടെന്ന് മനസ്സിലായാലും. അർജുനെ കളിയാക്കി നയനെ വിളിക്കുന്ന പേരായിരുന്നു പുട്ടുറുമീസ്. കൊള്ളാട്ടോ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ. ഇത് കേട്ടപ്പോ നയനെ അരുന്ധതി എല്ലാരും കൂടെ, അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി അരുന്ധതി എല്ലാരും കൂടെ നയനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. നയന പറഞ്ഞതേ, പക്ഷെങ്കിൽ ഇയാളെ അർജുൻ ഒട്ടും ചേരത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടത് പിങ്കിയുടെ കാരണത്തടിച്ച് അടിപൊളിയായി പോയത്. കാരണം പിങ്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല, താൻ ഭയങ്കര സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തു എന്ന് വിചാരിച്ചിരുന്നിട്ടാണ് നയന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, അതെല്ലേലും അങ്ങനെയുള്ള ചേരേണ്ടതല്ലേ ചേരുള്ളൂ, അല്ലാത്തതൊക്കെ പറഞ്ഞു വിടണമല്ലോ എന്ന് പറയാം. നയന വന്നിട്ട് ചോദിച്ചു, അല്ല വല്യമ്മ ആരെ കുറിച്ചാ പറഞ്ഞെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയും. എനിക്ക് മനസ്സിലായി, വല്യമ്മയുടെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കുക. ഈ സമയത്ത് പെട്ടെന്ന് ലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞു, അതെ എന്താ മോളെ ഇത്, ഇങ്ങോട്ട് വാ, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ പറയണം. ആഹാരം അതിപ്പോ എന്താ ചെയ്യുന്നത്, ഞാനാണെങ്കിൽ സുമംഗലാപ്പച്ചനെ വിളിച്ചതാ കഴിക്കാനായിട്ട്, പക്ഷെ അപ്പച്ചി വന്നില്ല. അപ്പച്ചിക്ക് ഇപ്പൊ വേണ്ടാന്ന്, ക്ഷീണമാ, കിടക്കണമെന്ന്. പക്ഷെ പകരമായിട്ട് എന്റെ സെയിം ബൈബിൾ ആരെങ്കിലും വേണം ഫുഡ് കഴിക്കാനായിട്ട് കൂടെ ഇരിക്കാനായിട്ട്. ഇപ്പൊ ആരാ വരുന്നേ, ആരെ ഒന്ന് വിളിക്കണേ. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അർജുൻ അങ്ങോട്ട് വരുന്നത്. അർജുനെ കണ്ട നയന ഇങ്ങനെ ഒന്ന് നോക്കി. അർജുനൻ നയനെ നോക്കണം. ആഹാ കൊള്ളാലോ, നീ എന്റെ പഴയ ബൈബിലേക്ക് തന്നെ എത്തിയില്ലോ എന്ന് പറയാണ്. ഞാൻ ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. നിന്റെ കാവി വസ്ത്രം ഇതൊക്കെ കണ്ടിട്ട്, മട്ടും ഭാവം കണ്ടിട്ട് ഇപ്പോഴെനിക്കൊരു ആശ്വാസം എന്ന് പറയണേ. ഇത് കേട്ട നയനെ അങ്ങോട്ട് ഓടിച്ചെന്നു. നയനെ ഓടിച്ചിട്ട് അർജുന അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഈ ഒരു കെട്ടിപ്പിടുത്തം കണ്ടത് പിങ്കി അങ്ങോട്ട് തകർന്നടിഞ്ഞു പോവാണ്. ഈ സമയം നന്ദ ഇങ്ങനെ എന്തോ അന്തപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെ മുഖം എന്തോ പോലെ പോയി, കാരണം പിങ്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അർജുനെ പോയി കെട്ടിപ്പിടിക്കുന്നത്. എടാ പുട്ടുറുമീസേ, എടാ നീയുമായിട്ട് ഞാൻ എത്ര ദിവസം എടാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, കുറെ കാലങ്ങൾക്ക് മുമ്പല്ലേ, വാടാ ഇങ്ങോട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയണ. ഈ സമയം അർജുൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതിന്റെ കാര്യമൊന്നുമില്ല, എനിക്കിപ്പോ വിശപ്പില്ലാന്ന് പറയണ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ മര്യാദയ്ക്ക് എനിക്കൊരു കമ്പനി തന്നോണം, അല്ലെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം എന്തായി തീരുമെന്ന്. പിന്നീട് അർജുനെ പിടിച്ച ടേബിളിലേക്ക് കൊണ്ട് ഇരുത്തോണം. ഈ സമയമൊക്കെ പിങ്കിയാണ് ആകെപ്പാടെ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുകയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വന്തം ഭർത്താവിന്റെ മേലെ അധികാരം എടുക്കുന്നത്, പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? കാരണം അങ്ങനെയുള്ള കാര്യങ്ങളല്ല താൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പൊ അർജുനെ പരസ്യമായിട്ട് ഉമ്മ വെച്ചപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ താൻ ഇവിടുന്ന് ഡിവോഴ്സ് വാങ്ങി പോകാനിരിക്കുകയാണ്. അപ്പൊ ഈ നയനെ ഇങ്ങനെ വന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയാലും മിണ്ടാൻ പറ്റില്ലല്ലോ. വടക്കി പിടിച്ച് ഇരിക്കാനല്ലേ പറ്റുള്ളൂ. ആകെപ്പാടെ പിങ്കിയുടെ മുഖമൊക്കെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് അങ്ങ് ചുവന്നു കൊടുക്കുകയാണ്. പെട്ടെന്ന് അർജുൻ പറഞ്ഞു, അല്ല നീ എന്താ ഇങ്ങനെ നോക്കണേ? ഒന്നും ഇല്ലാന്ന് പറയണ. ഇത് കണ്ടപ്പോഴത്തേനും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിങ്കി ഇവിടെ നിന്ന് പറഞ്ഞു, അതെ ഫുഡ് കഴിക്കുക, ഇല്ലെങ്കിൽ തണുത്തു പോകുന്നു പറയണ. ഇവിടെ തണുപ്പിക്കാനായിട്ട് പരുന്നത് ശരിയാ, ആറിയ കഞ്ഞി പഴയ കഞ്ഞി എന്നല്ലേ പറയണേ, അപ്പൊ അത് തണുത്തു പോകുന്നു പറയാ. പെട്ടെന്ന് അതിന് പറഞ്ഞു, അതെ എനിക്ക് ഇച്ചിരി ആറിയ കഞ്ഞിയൊക്കെ എനിക്കിഷ്ടം, പഴങ്കഞ്ഞിയൊക്കെ എനിക്ക് ഇഷ്ടം എന്ന് പറയണേ. കാരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി വിട്ടു കൊടുക്കുന്നില്ല. പിങ്കിക്കാണെങ്കിലോ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും ആ ഒരു കോമ്പിനേഷൻ അത് കാണുന്നതോളം പിങ്കിക്കാർ കട്ട കലിപ്പായിരുന്നു. പിന്നീട് രണ്ടുപേരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ല വല്യമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കണം.
എന്റെ ദൈവമേ, ഈ സ്വഭാവം കാണാൻ ഞാൻ പണ്ടൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു പറയാ. എന്ത് പേര്? നീ അത് മറന്നുപോയ ഡാക്കിനി അമ്മൂമ്മ. ഓ, മനസ്സിലായി മനസ്സിലായെന്ന് പറയടാ. എടാ, അന്നൊക്കെ എന്തായിരുന്നു ഇവിടെ? എന്റെ ദൈവമേ, നമ്മളെ എത്ര പറ്റിച്ചിട്ടുണ്ടല്ലേ വല്യമ്മേനെ. ഈ സമയം അർജുൻ പറഞ്ഞു, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരുന്നൊരു കാര്യമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന വല്യമ്മയുടെ ചെവി കൊണ്ട് നീ തോലിട്ട് ഇക്കിളിപ്പെടുത്തി കഴിഞ്ഞപ്പോ വല്യമ്മ നിന്നെ തൊടിയിൽ കൂടെ മൊത്തം ഇട്ട് ഓടിച്ച് അടിക്കാനായിട്ട്. അതൊക്കെ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേടാ നീക്ക്? പിന്നില്ലാതെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ ചിരിക്കണം. അരുന്ധതിയാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത മട്ടില് ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കണം. പിന്നീട് അങ്ങോട്ട് അർജുൻ അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം വല്ലാത്തൊരവസ്ഥയായി പിങ്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം നന്ദ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നന്ദയുടെ അടുത്തേക്ക് ഒരു പച്ചമാങ്ങയൊക്കെ ആയിട്ട് നയനി അങ്ങോട്ട് വരുന്നേ. നന്ദ ചോദിച്ചു, ഇതെന്താ പച്ചമാങ്ങയായിട്ട്? ഓ, പച്ചമാങ്ങ വേണോ? വേണ്ട വേണ്ട. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചാ. ഗൗതമേന്റെ ഭാര്യയല്ലേ, പച്ചമാങ്ങ തിന്നാറായെന്ന് ഞാൻ ചോദിച്ചാന്ന് പറയണേ. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലാന്ന് പറയാ. നന്ദയ്ക്ക് ചെറിയ ചമ്പലൊക്കെ വന്നു. പക്ഷെ നയനയ്ക്കാണെങ്കിൽ നാക്കിനെല്ലില്ലാത്ത രീതിയിലാണ് നയനയുടെ സംസാരം. നയനയ്ക്ക് ഒരു പുതുമയേ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാ. പെട്ടെന്ന് നയന ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നന്ദ പറഞ്ഞു, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അല്ല, സത്യം പറയാനും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിച്ചു. ഗൗതമേണ്ണും നന്ദേച്ചി അങ്ങനെ അധികം സംസാരിച്ചൊന്നും കണ്ടില്ല. വന്നിട്ടാണെങ്കിൽ ഗൗതമേണ്ണെ അങ്ങനെ കാണാൻ പോലും കിട്ടിയില്ല. പക്ഷെങ്കില് എന്തോ ഒരിത്, ഇവിടെ കയറി വന്ന മരുമക്കളും എന്തോ ഒരുമാതിരി പഴഞ്ചമാട്ട ഒരങ്ങോട്ട് സെറ്റ് ആവുന്നില്ലോ എന്ന് പറയാ. ഈ സമയം നന്ദ പറഞ്ഞേ, അങ്ങനെയൊന്നുമില്ല. അല്ല, ഇവിടെ ഇന്ത്യവരത്തിൽ എല്ലാവരും അതുപോലെ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ലേ? എന്താ അങ്ങനെ വെച്ചാൽ? അല്ല, പണ്ടിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ വരുമ്പം ഞങ്ങളൊക്കെ അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടായിക്കൊണ്ട് നടന്നത്. അരുന്ധതി വല്യമ്മയുടെ സ്വഭാവമൊക്കെ അറിയാലോ. അവരുടെ കീഴിൽ എല്ലാവരും നിൽക്കണം. ആ ഒരു സ്വഭാവം തന്നെയാണ് ഇപ്പൊ എല്ലാവർക്കും. ഒരു മാറ്റം വന്നിട്ടില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞേ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, എനിക്ക് നല്ല സംശയം. ഇവിടെ എനിക്ക് ഗൗതമേട്ടനുമായിട്ട് വല്ല അടിയോ വഴക്കോ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അടിയും വഴക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ വഴക്ക് അതുണ്ടാവും, പിന്നെ അടിയൊന്നും ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. ഓ, അപ്പൊ അടി കണ്ടിട്ടില്ല, വഴക്കുണ്ടെന്ന് ചുരുക്കം. എന്നാ എന്താ വഴക്കിന് കാരണം? എന്താ എന്നോടൊന്ന് പറയാണ്. ഇത് കേട്ടത് നന്ദ പെട്ടെന്ന് പറഞ്ഞ, അല്ല, അതിപ്പോ ഇങ്ങനെയാ പറയണേ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമല്ലേ. അങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ തുറന്നു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നയനോട് പറഞ്ഞു, ആദ്യമായിട്ട് കാണുമോ? ആഹാ, അത് കൊള്ളാലോ. പെട്ടെന്ന് നന്ദ ഓർത്ത് ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതായിരിക്കും ഇങ്ങനെ പറയണേ. നയന പറഞ്ഞു, ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ നന്ദേച്ചിനെ കാണുന്നേ. ഒന്ന് ഓർത്ത് നോക്കി, ഇന്നലെ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടേ നിൽക്കും. ഒന്ന് പോടി അവിടുന്ന്, ഒറ്റ എണ്ണം കിട്ടുകയാണല്ലോ. ഞാനോർത്ത് എന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയപ്പെട്ടുണ്ടായിരിക്കുന്നു. അതോർത്തിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല. അതെ, മനസ്സിലുള്ള കാര്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കണ്ട കേട്ടോ. എന്നോട് എന്ത് വേണം വെട്ടി തുറന്ന് പറയാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണേ. നന്ദാ, ശരിയെന്ന് പറയണ. വാ, നമുക്ക് ഈ പച്ചമാങ്ങയോ ഉപ്പിലിട്ട് അങ്ങോട്ട് തിന്നാം. ഉപ്പ് മുക്കി തിന്നുമ്പോ എന്നാ ടേസ്റ്റാന്ന് അറിയായിരിക്കോ. ചെറുതിൽ ഞങ്ങൾ ഇങ്ങനെ കുറെ കഴിച്ചിട്ടുണ്ട് ഇവിടെ. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, ശരിയെന്ന് പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് ചെല്ലുവാണ്. ചെന്ന് നയന മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് വന്നു. രണ്ടുപേരും കൂടെ ആ മാങ്ങ കഴിക്കുവാണ്. നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നയനയുടെ ക്യാരക്ടറും ആ വെട്ടി തുറന്നുള്ള സംസാരം. ഒന്നും മനസ്സിൽ വെക്കത്തില്ല, എന്തുണ്ടായാലും പുറത്തു പറയും. ഈ സമയം നയന പറഞ്ഞു, അതെ, ഈ പുട്ടുറുമിസിന് ഇത് ഭയങ്കര ഇഷ്ടമെന്ന് പറയണ. പുട്ടുറുമിസ് അതാരാ? അതറിയത്തില്ലേ? അർജുനെ ഞാൻ കളിയാക്കി വിളിക്കുന്ന പേരാ പുട്ടുറുമിസോ. ഓഹോ, അങ്ങനെ വരട്ടെ. അങ്ങനെയാണെങ്കിൽ ഗൗതം സാറിനും കാണുമല്ലോ ഒരു പേര്. പേരുണ്ട്. അതെന്താ ആ പേര് എന്നോടൊന്ന് പറ. അത് പറയത്തില്ല, അത് ഇച്ചിരി ചെലവുള്ള കാര്യം എന്ന് പറയാം. ചെലവുള്ള കാര്യം? അതെ, ചെലവ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. അതൊന്നും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ ഊഹിച്ചെടുത്തോളാം എന്ന് പറയണം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാന്ന് പറയണം. അങ്ങനെ ആ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടതും ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പേര്. കൊള്ളാലോ, ഇങ്ങനൊരു പേരുണ്ടായിരുന്നില്ലേ. ഇത് വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് അർജുൻ മുറിയിലിരിക്കുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ട് കടന്നു വരുന്നത്. അർജുൻ പറഞ്ഞു, എന്താ മുറിയിലേക്ക് നീ വന്നേ? ഞാൻ വിചാരിച്ചു നീ ഇനി മുറിയിലേക്ക് വരത്തില്ലായിരിക്കുന്നു. ഓഹോ, അപ്പൊ ഞാൻ വരാതിരിക്കണോ അല്ലേ? എന്നാലല്ലേ വേറുള്ളവർക്ക് ഇവിടെ കയറി ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയണം. അർജുൻ പറഞ്ഞു, മനസ്സിലായില്ല. ഓ, എനിക്കിപ്പോ ഡിവോഴ്സ് തന്നെ എന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാനായിരിക്കും അർജുന് മനസ്സിലായ തീരുമാനം. ഇനിയിപ്പം ഞാൻ പോയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ വിടവ് നികത്താനായിട്ട് പുതിയ ആള് വന്നില്ലെന്ന് ചോദിക്കുക. അർജുൻ പറഞ്ഞു, നീ എന്തൊക്കെയാ പിങ്കി പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. ഓ, മനസ്സിലാൻ പാകത്തിന് ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം, അത് മാത്രം ചിലരുടെ മനസ്സിലിരിപ്പ്. അതെനിക്ക് മുഖത്തൊന്നും വായിച്ചറിയാനും പറ്റുന്നുണ്ട്. എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തുന്ന ഇവിടെ എന്ന് പറയാണ്. ഈ സമയം അർജുന് ഏകദേശം ഊഹം കിട്ടി. ഓഹോ, അങ്ങനെ നയനയുടെ കാര്യമായിരിക്കും നീ ഉദ്ദേശിക്കുന്നില്ലേ? നയനെന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യലാ. കാരണം അവൾ എന്റെ ചെറുപ്പത്തിലെ മുതലുള്ള കൂട്ടാ.
ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഓടിക്കടിച്ച് വളർന്ന. ഓ, അത് മാത്രമൊന്നും അല്ലല്ലോ ഉള്ളെന്ന് പെട്ടെന്ന് പിങ്കി പറയാണ്. അത് മാത്രമെന്ന് ചോദിച്ചാൽ എന്താ, അങ്ങനെ വെച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ നയനെ എനിക്കിഷ്ടമാണ്. ഞങ്ങൾ രണ്ടും അതുപോലെ ഫ്രണ്ട്സ് ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിൽ ഭാര്യയായിട്ട് ഞാൻ ഒരാളെ സങ്കല്പിച്ചിട്ടുണ്ട്. അവിടുന്ന് അവിടുന്ന് അവരെ പറഞ്ഞു വിട്ടിട്ട് വേറൊരാളെ പ്രതിഷ്ഠിക്കാൻ സർക്കാർ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറയാം. ചിലപ്പോൾ പിങ്കിനെ കൊണ്ട് പറ്റുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെ, എന്റെ മനസ്സിൽ എന്താണെങ്കിലും ഇപ്പൊ അർജുനില്ല. ആ കാര്യത്തിൽ അർജുൻ പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് പിങ്കി വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ്. വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു അർജുന്. കാരണം താൻ ഇത്രയൊക്കെ മനസ്സോളം സംസാരിച്ചിട്ടും അവൾ ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറുന്നെന്നുള്ള രീതി. പക്ഷെ അർജുന ഒന്നും മൈൻഡ് ചെയ്യാനും പോയില്ല. പിന്നീട് രാത്രിയിൽ എല്ലാവരും കിടക്കാനായിട്ട് പോയി. ഈ സമയം നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മുറിയിൽ. അപ്പോഴാണ് ഗൗതം ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഗൗതത്തിനെ കണ്ട നന്ദ പറഞ്ഞു, അല്ല ഗൗതം സാർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. പെട്ടെന്ന് ചോദിച്ചു, എന്താ എന്താ കാര്യം എന്താ? ഇവിടെ വന്നിരിക്കേ, ഞാൻ ചോദിക്കാം. അതെ, വലിയ വലിയ കാര്യങ്ങളൊന്നും ഓർത്ത് നീ തല പൊണ്ണാക്കണ്ട. അതെ, എനിക്ക് പെട്ടെന്ന് ഫോണിച്ച് ധൃതിയുണ്ടെന്ന് പറയണം. ഈ പാതിരാത്രി എങ്ങോട്ട് പോകാനാ? ഓടത്തേക്ക് പോകുന്നൊന്നുമില്ല, ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ഗൗതത്തിനെ അവിടെ പിടിച്ചിരുത്തി. പിന്നീട് ചോദിച്ചു, അല്ല ഗൗതം സാറിന് തണ്ണിമത്തനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം ഞെട്ടി. ഇവിടെ തന്നെ കളിയാക്കുവാണോ? അതെനിപ്പോ വേറെന്തേലും കാര്യമാണോ? ചെറുതിലേ ഉള്ള തന്റെ പേര് തണ്ണിമത്തനാന്ന് ഇവൾക്ക് എങ്ങാനും അറിയാവോ? ഇത് നയനെ എന്തേലും പൊട്ടിച്ചോ? ആ ഒരു ചിന്തയായിരുന്നു ഗൗതമിന്റെ ഉള്ളിലുണ്ട്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, തണ്ണിമത്തനെ കുറിച്ച് എനിക്ക് എന്താ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലേ? അല്ല, ഈ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കുടിക്കാം, പച്ചയ്ക്ക് കഴിക്കാം, അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ ഇങ്ങനെ ഈ ചെറുതിലെ ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെയും മത്തങ്ങ പോലെ വീർപ്പിച്ചിരിക്കുന്ന പിള്ളേരെ തണ്ണിമത്തനെന്ന് പേരും വിളിക്കാം. ഇത് കേട്ടൻ ഗോതമ്പ്, ഇതിനു വേണ്ടിയാണ് നീ എന്നെ വിളിച്ചത്? ഇതേ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഇമാതിരി സില്ല് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ അടുത്തിരുത്തി അങ്ങോട്ട് എന്റെ മനസ്സ് മാറ്റാൻ നീ അങ്ങ് വിചാരിക്കണമെന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ട് ഒരു ദേഷ്യമൊക്കെ അഭിനയിച്ച് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ നന്ദയ്ക്ക് വല്ലാത്ത ചിരിയാ വന്നേ. അപ്പൊ ഏറ്റിട്ടുണ്ട് താൻ പറഞ്ഞത്. അപ്പൊ തണ്ണിമത്തന എന്നുള്ള ഇരട്ടപ്പേര്. പിന്നീട് നന്ദ അങ്ങോട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഈ സമയത്ത് നയനിങ്ങനെ കിടന്നിട്ട് നയനയ്ക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പം നയന നേരെ അർജുന്റെ മുറിയിലേക്ക് വരുവാണ്. അപ്പൊ അർജുനും പിങ്കിയും നല്ല ഉറക്കത്തിന്റെ സമയം. അങ്ങനെ നയന പതൊക്കെ കഥയൊക്കെ തുറന്ന് എഴുന്നേറ്റ് വന്നിട്ട് അർജുനെ വിളിക്കണം. അർജുൻ എഴുന്നേക്കണം പറഞ്ഞ് കുറെ വിളിച്ചു. പക്ഷെ അർജുനാണെങ്കിൽ കുംഭകർണ സേവ നടത്തുക. അർജുൻ എഴുന്നേക്കൊന്നു പോയില്ല. ഈ സമയം പിങ്കി പെട്ടെന്ന് കണ്ണു തുറന്നു. നോക്കിയപ്പം നയന, ഇവളെന്താ ഇവിടെ? ചാടി എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ അർജുനെ വിളിക്കാൻ വന്ന. ഞാൻ കഥവ് ഇന്നലെ ലോക്ക് ചെയ്തിട്ട് കിടക്കണ സമയത്ത് പെട്ടെന്ന് അർജുനും കണ്ണു തുറന്ന് എഴുന്നേക്കുവാണ്. നീ എന്താ നയന ഇവിടെ? ഓഹോ, നീ അപ്പം മറന്നുപോയില്ലേ? ഇന്നലെ രാത്രി നിന്നെ ഫോൺ വിളിച്ചാൻ പറഞ്ഞല്ലായിരുന്നോ? രാവിലെ ഞാൻ വരും, ജോഗിങ്ങിന് പോകണം, റെഡി ആയിട്ടിരിക്കണം. ഓഹ് അതെ, ഞാൻ അങ്ങോട്ട് മറന്നുപോയെന്ന് പറയണം. അല്ല അർജുൻ, ഞാൻ കഥവ് ലോക്ക് ചെയ്താളാ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതൊക്കെ ഇവൻ രാത്രി തന്നെ ലോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാം, എനിക്കറിയാം രാവിലെ ഇവിടെ വന്ന് കഥയെ മുട്ടി വിളിച്ചാൽ ഒരിക്കലും ഇവൻ എഴുന്നേക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. എനിക്ക് ഇവനെ കുറിച്ച് നന്നായിട്ട് അറിയാലോ. പിന്നെ പിങ്കിക്ക് ഡിസ്റ്റർബൻസ് ആണല്ലോ കരുതിയ കഥവ് ലോക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞേ. കാരണം കഥയെ അതേ സമയം മുട്ടിയിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ ഉറക്കം നഷ്ടപ്പെടില്ലോ, അതാന്ന് പറയാണ്. ഈ സമയം അർജുൻ പറഞ്ഞു, എനിക്ക് നല്ല ഉറക്ക ക്ഷീണം, ഞാനത് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറയടാ. അങ്ങനെ എന്റെ മോൻ കിടന്നുറങ്ങട്ടെ, ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ അത്? അതെ, എനിക്കറിയാം, പണ്ടേ അറിയാം നിന്റെ സ്വഭാവം ഇങ്ങനെയാന്ന്. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. നീ ഇനി ഇവിടെ കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുള്ളൂ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കണം. ഇതെല്ലാം കണ്ട് പിങ്കിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. ബെഡ്റൂമിൽ ബെഡേ വന്നിട്ടാണ് വിളിച്ചോണ്ട് പോകുന്നത്. ഈ സമയം നയന പറഞ്ഞു, അതെ പിങ്കി സോറി കേട്ടോ. അതെ, പിങ്കി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അർജുനെ വിട്ടു തന്നേക്കാന്ന് പറയും. ഇതേട്ടെ പിങ്കി പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, എപ്പൊ വെള്ളം വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെയാണോ? അന്നാ രക്ഷപ്പെട്ടു. വാടാ അർജുനെ. പല്ലൊക്കെ തേച്ചിട്ട് എവിടെ പല്ല് തേക്കാൻ? ഇങ്ങോട്ട് വാ, പല്ലൊക്കെ വന്നിട്ട് തേച്ചാൽ മതി. ഇങ്ങോട്ട് വരാനും ഞാൻ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. പിങ്കിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി. പിങ്കി ഇത്ര സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം താന് ഗൗതമിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നന്ദയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് പിങ്കിക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം തന്റെ ഭർത്താവിന് വേറൊരാൾ ഇങ്ങനെ അവരിങ്ങനെ വന്ന് കാണിക്കുമ്പോഴേ ആ വേദന മനസ്സിലാവുള്ളൂ. പിങ്കി ഇങ്ങനെ ഓരോ ക്രൂരതകളും നന്ദിയോട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും പിങ്കി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന അരുന്ധതി സുമംഗല ലക്ഷ്മിയും കൂടെ സംസാരിച്ചിരിക്കുക. ഈ സമയത്ത് അരുന്ധതി പറഞ്ഞു, സുമംഗലെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാണെന്നറിയാവോ? അർജുനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനാ. അർജുനെയും കൂട്ടിക്കൊണ്ട് നയന ജോക്കിങ്ങിന് പോയേക്കുക. ആ സമയത്തല്ലേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതെ, അല്ല അർജുന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തു? ഇത് കേട്ട സുമംഗല പറഞ്ഞു, അവനെന്റെ മോനല്ലേ, എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അറിയാലോ, ഗുരുവായൂർ പോയി ഭജന ഇരുന്ന് കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് കുറെ അങ്ങോട്ട് മാറിയായിരുന്നു. അതല്ലേലും അങ്ങനെയല്ലേ, കുറെ കാലം ഇങ്ങനെ തീ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരുന്ന് കഴിയുമ്പോ കുറെയൊക്കെ കരിക്കട്ടയായി മാറിപ്പോലെ എന്ന് പറഞ്ഞൊരവസ്ഥ എന്റേത്. കുറച്ചൊക്കെ ദേഷ്യമൊക്കെ ഇങ്ങനെ
അങ്ങനെ അലിഞ്ഞാലും ഞങ്ങളോട് ഇല്ലാതായി. പിന്നെ അർജുന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടത്തിന്ന് പറയാം. അല്ല, നീ എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കാം. ഞാനിപ്പോ എന്ത് പറയാനാ, എന്താണെങ്കിലും അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് പറയും. ഇത് കേട്ടത് അരുന്ധതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് പിങ്കിയുടെ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുക, അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക, നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാം. ഇത് കേട്ടതും ലക്ഷ്മിയും പിന്നെ ലക്ഷ്മിയും സുമംഗലൊക്കെ ഒരു നിമിഷം ഞെട്ടി തരിച്ചു നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് കാണണം. പെങ്കിക്കിട്ട് നല്ല 8ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.